മെയിനായിട്ട് സപ്പോർട്ട് വിചേട്ടനാണ്. എനിക്ക് സപ്പോർട്ട് ചേട്ടന് ചെയ്യാനും ഇഷ്ടമാണ്. പിന്നെ എന്ത് കാര്യം പറഞ്ഞാലും പറ്റില്ല എന്ന് ഇയാൾ പറയത്തില്ല. എന്ത് കാര്യം എന്തുകൊണ്ട് കൊടുക്കാനോ അല്ലെങ്കിൽ എന്ത് കാര്യം വന്നാലും ഈ ഒരു കാര്യത്തിന് വേണ്ടി ആൾ ഫുൾ സപ്പോർട്ടാണ്. നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം അമയന്നൂരുള്ള മഞ്ജു എന്ന് പറയുന്ന ഒരാളിൻ്റെ അടുത്താണ്. മഞ്ജു ഒരു ഉണ്ണിയപ്പ സ്പെഷ്യലിസ്റ്റാണ്. ഉണ്ണിയപ്പ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പത്തിലാണ് അവരൊരു സംരംഭം തുടങ്ങിയത്. ഉണ്ണിയപ്പം ഉണ്ടാക്കി വിറ്റുകൊണ്ടാണ് ഒരു സംരംഭം കഴിഞ്ഞ ജൂലൈയിൽ, അതായത് ഈ ജൂലൈ അല്ല, 2023 ജൂലൈ മാസത്തിൽ ഒരു സംരംഭം, ഒരു ചെറിയ സംരംഭം വീടിൻ്റെ പരിസരത്ത് തന്നെ ഒരു ചെറിയ യൂണിറ്റ് പോലെ തുടങ്ങി അവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കി വിറ്റുകൊണ്ടാണ് സംരംഭം തുടങ്ങിയത്. അതിനുശേഷം ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു കവലയിൽ ഒരു ചെറിയ ബജിക്കടയും കൂടി തുടങ്ങി. ആ ബജിക്കടയിൽ ഉണ്ണിയപ്പമായിരുന്നു ആദ്യം അവിടുത്തെ ഹൈലൈറ്റ് എങ്കിൽ ഇന്ന് ആ ഉണ്ണിയപ്പത്തിൽ തുടങ്ങി 10ഓളം വിഭവങ്ങൾ, എണ്ണപ്പലഹാരങ്ങൾ അത് ഉണ്ടാക്കി വിറ്റ് സ്വന്തമായി ഒരു ജീവിത വരുമാനം നേടി ജീവിതം മുന്നോട്ട് നയിക്കുന്ന മഞ്ജുവാണ് ഇന്ന് നമ്മുടെ എപ്പിസോഡിലെ അതിഥി. മഞ്ജുവിനെ നമുക്ക് പരിചയപ്പെടാം. മഞ്ജു, ഇത് കുറച്ചേറെ ഇത് കണ്ടിട്ട് കുറച്ചേറെ ഒരു ബൾക്ക് ഓർഡറിൻ്റെ ഉള്ളൊരു സാധ്യതയാണെന്ന് തോന്നുന്നു. അതെ, ഇത് എങ്ങോട്ടുള്ള ഓർഡറാ? ഇത് ഒരു അമ്പലത്തിലോട്ടുള്ള ഓർഡറാണ്. ഒരു അമ്പലത്തിലേക്കുള്ള ഓർഡറാണ്. കോട്ടയം ജില്ലയിലെ തന്നെ ഒരു അമ്പലത്തിലേക്കുള്ള ഒരു ഓർഡറാണ്. എത്ര ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡറാ? 15,000. 15,000. അത് ശരി. 3000 പാക്കറ്റായി 5 എണ്ണം വെച്ച് 3000. 5 എണ്ണം വീതമുള്ള 3000 പാക്കറ്റ്. ശരി. ഇതെങ്ങനെയാണ് ഈ ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് വന്നത്? എന്തായിരുന്നു ഒരു ബാക്ക്ഗ്രൗണ്ട്? എന്തായിരുന്നു? നേരത്തെ പ്രവാസിയായിരുന്നോ? പ്രവാസിയായിരുന്നു. എത്ര വർഷം ഉണ്ടായിരുന്നു പ്രവാസത്തിൽ? ഒരു 8 വർഷം. 8 വർഷം. ഏത് രാജ്യത്തായിരുന്നു? സൗദിയിലായിരുന്നു. അത് നിർത്തി എന്നാ മടങ്ങി വന്നേ? എൻ്റെ ഫാദർ മരിച്ച് 2020 ഫെബ്രുവരി 29. 2020 ഫെബ്രുവരിയിൽ. അന്ന് തിരിച്ചു വന്നു. പിന്നെ പോയില്ല. പിന്നെ എന്നാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയാൽ കൊള്ളാമെന്ന് തോന്നി തുടങ്ങിയത്? എപ്പോഴാണ്? വെറുതെ വീട്ടിലിരിക്കല്ലേ, രണ്ടാമതൊരു കുട്ടിയോടെ ഉണ്ടായി. വെറുതെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് തുടങ്ങിയേക്കാന്ന് വെച്ച് അങ്ങനെ ചെറുതായിട്ടൊന്നും തുടങ്ങിയതാണ്. തുടക്കം എവിടെയായിരുന്നു? ഇവിടെ ഈ വീടിനോട് ചേർന്ന് തന്നെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടാക്കി ഹസ്ബൻഡിനെ ആങ്ങളമാർക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർ പ്രോത്സാഹിപ്പിച്ചു. അത് ശരി. അങ്ങനെയാണ് തുടങ്ങുന്നത്. ആദ്യം ഏതിലാ തുടങ്ങുന്നത്? ഉണ്ണിയപ്പത്തിൽ. അപ്പൊ അന്ന് ഈ എവിടെയായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കി? ഭർത്താവിനും ആങ്ങളയ്ക്കും മാത്രം കൊടുത്താൽ പോരല്ലോ, ആർക്കൊക്കെ വേറെ കൊടുത്തേ? എന്റെ ചേച്ചിമാർക്ക് കൊടുത്തു. പിന്നെ നമ്മള് അയൽവക്കംകാർക്ക് കൊടുത്തു. അവരുടെ പിന്തുണയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവരൊക്കെ കുഴപ്പമില്ലാന്നുള്ള രീതി പറഞ്ഞു. കുഴപ്പമില്ലാതെ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ കടകളിൽ ചോദിക്കുന്നത്. കടകളിലൊക്കെ നമ്മൾ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു, നമ്മൾ ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്, അന്നേരം അവർ സാമ്പിൾ കൊണ്ടുവരാൻ പറഞ്ഞു. അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളിങ്ങനെ പോകുന്നു. ഇപ്പൊ ഒരു 15 കടകൾ നമുക്ക് ഓർഡർ. കോട്ടയം ജില്ലയിൽ മാത്രം ആണ് അത്? ഈ പരിസരത്താണോ അതോ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടോ? ആണ്. 15 കടകളിൽ കൊടുക്കുന്നുണ്ട്. ഉണ്ണിയപ്പം മാത്രമാണോ? ഉണ്ണിയപ്പം നെയ്യപ്പം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ശരി. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങിയിട്ടേ പിന്നെ ഏത് ഘട്ടത്തിലാണ് നമ്മൾ മറ്റ് പലഹാരങ്ങളിലേക്ക് പോയി തുടങ്ങിയത്? മറ്റ് പലഹാരങ്ങളിൽ ഒന്നുകൂടെ ഒന്നും നോക്കി വീട്ടിൽ തന്നെ ഒക്കെ ഏത്തക്കാപ്പോ ഉണ്ടാക്കി നോക്കിയപ്പോ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എല്ലാത്തിന്റെ ഒരു പരീക്ഷണശാല വീട് തന്നെയായിരുന്നു അല്ലെ? ഉണ്ണിയപ്പം ആണെങ്കിലും നെയ്യപ്പം ആണെങ്കിലും ഏത്തക്കാപ്പം ആണെങ്കിലും വീട്ടിലുണ്ടാക്കി വീട്ടുകാർക്ക് കൊടുത്ത് അയൽവക്കംകാർക്ക് കൊടുത്ത് അങ്ങനെ അവരുടെയൊക്കെ ഒരു ഇഷ്ടം നേടിയതിനു ശേഷമാണ് ഇത് വെളിയിലോട്ട് വിട്ടത്. അത് ശരി. പരീക്ഷണശാല ഇത് തന്നെയായിരുന്നു കേട്ടോ. എല്ലാത്തിന്റെയും പരീക്ഷണശാല ഇവിടെ നിന്നായിരുന്നു. അത് ശരി. അപ്പൊ ഏത്തക്കാപ്പത്തിനും ഒക്കെ നല്ല ഡിമാൻഡായിരുന്നു. ആണ്. ഇപ്പൊ നമ്മുടെ ശരാശരി ഒരു ദിവസം നമുക്ക് എത്ര ഉണ്ണിയപ്പാണല്ലോ നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഉണ്ണിയപ്പം നമുക്ക് ശരാശരി ഒരു ദിവസം എത്ര എണ്ണം പോകുന്നുണ്ട്? രാവിലെ നമ്മൾ ഏകദേശം 500 രാവിലെ നമ്മൾ കടകളിലോട്ടുണ്ട്. പിന്നെ നമ്മളൊരു 100 നമ്മൾ കടയിൽ വെക്കും. നെയ്യപ്പം നമ്മൾ രാവിലെ ഒരു 100-150 കടകളിൽ ഓർഡർ ഉണ്ട്. പിന്നെ കടയിൽ നമ്മളൊരു എല്ലാ പലഹാരങ്ങളും ഉള്ളതുകൊണ്ട് ഒരു 25 അല്ലെങ്കിൽ 30 കടയിൽ. ഈ ഉണ്ണിയപ്പത്തിന് എങ്ങനെ ആളുകളുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. കാരണം പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ളൊരു സാധനമാണ്. പിന്നെ ഇതിനു വേണ്ടി തന്നെ വന്ന് മേടിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. ഈ ബജിക്കടകളിൽ നമ്മളിപ്പോൾ ഒരുപാട് ബജിക്കടകളിൽ കാണുന്നുണ്ട്. അവിടെ ഇപ്പൊ ഈ പറഞ്ഞ ഏത്തക്കാപ്പവും മറ്റു ബജി, മുട്ട ബജി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഈ ഉണ്ണിയപ്പം അങ്ങനെ, നെയ്യപ്പവും കണ്ടിട്ടുണ്ട്, ഉണ്ണിയപ്പം അങ്ങനെ ഈ ബജിക്കടകളിലൊന്നും കണ്ടിട്ടില്ല. അപ്പം ഇതൊരു ആളുകൾ അതുകൊണ്ട് തന്നെ തേടി വരുന്നുണ്ടായിരിക്കും അല്ലേ? എല്ലായിടത്തും ഇല്ലാത്തൊരു സാധനം തേടി വരുമല്ലോ. ഹസ്ബൻഡാണ് എന്നോട് പറയുന്നത് നമുക്ക് ഉണ്ണിയപ്പം കണ്ടിന്യൂ ചെയ്യാം. ഉണ്ണിയപ്പം നെയ്യപ്പാണ് നമ്മൾ ആദ്യം കടയിൽ തുടങ്ങുന്നത്. പിന്നെ നമുക്ക് കോളേജ് അടുത്താണല്ലോ, മാലം കോളേജ് അടുത്താണ്. അന്നേരം പിള്ളേർക്കൊക്കെ ബജ്ജി ഐറ്റംസുകൾ ഇഷ്ടമാണ്. അങ്ങനെയാണ് നമ്മൾ ആ കൂടുതൽ ഇതോടെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതിപ്പോ നമ്മൾ എന്ത് വിലക്കാണ് നമ്മൾ ഒരു ഉണ്ണിയപ്പം ഒരു യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഉണ്ണിയപ്പം നമ്മൾ കൊടുക്കുന്നത് 5 രൂപയ്ക്ക്. 5 രൂപയ്ക്കാണ് കൊടുക്കുന്നത്.
അത് ശരി. കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ പാക്കറ്റുകളാക്കി കടകളിലല്ലാതെ നമ്മൾ കടകൾ നമ്മുടെ സ്റ്റോറിൽ വിൽക്കുന്നുണ്ടോ? ഉണ്ടോ? കടയിലുണ്ട്. പാക്കറ്റിലാക്കി അങ്ങനെയും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞല്ലോ, ബിജു, അദ്ദേഹമാണ് ഇതിന്റെ തന്ത്രജ്ഞൻ എന്നാണ് പറഞ്ഞത്. തന്ത്രജ്ഞൻ അവിടെ ഇരുന്ന് അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ തന്ത്രജ്ഞനെ ഒന്ന് കാണിച്ചേക്ക്. ഇതാണ് തന്ത്രജ്ഞൻ. അദ്ദേഹമാണ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്. ചേട്ടന്റെ സപ്പോർട്ടാണ് ഇതുവരെ എത്തിച്ചത് അല്ലേ? അത് ശരി. ഇത് ഈ സംരംഭം തുടങ്ങാനായിട്ട് നമ്മൾ എങ്ങനെയാ നമ്മുടെ ആദ്യത്തെ നമ്മളൊരു മുതൽ മുടക്ക്, ഇപ്പൊ ഈ സാധനമൊക്കെ മേടിക്കണമായിരുന്നല്ലോ, ഇപ്പൊ ഈ കയ്യിൽ നിന്ന് തന്നെ പണം മുടക്കി, ബാങ്ക് ലോണോ അങ്ങനെ ചെറുകിട വായ്പകളൊന്നും എടുത്തിട്ടില്ല. അത് നമുക്ക് കോട്ടയത്ത് ഒരു 7 ഷോപ്പിലോട്ടായിരുന്നു. 7 ഷോപ്പിലേക്ക് അവരുടെ തന്നെ ഒരു ബ്രാഞ്ച് ആയിരുന്നു. അവരുടെ 7 ഷോപ്പിലോട്ടാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ നമ്മളോട് പറഞ്ഞു കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് വേണം ചെയ്യാൻ, ഒരു 15 ദിവസം ആകുമ്പോഴേ പേയ്മെന്റ് തരുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുമായിരുന്നു. എന്നിട്ട് 15 ദിവസം ആകുമ്പോഴാണ് അവർ ക്യാഷ് തന്നത്. അതൊക്കെ കറക്റ്റാണ്. ഒരു ഭക്ഷ്യോൽപാദന യൂണിറ്റ് ആണല്ലോ. അപ്പം നമുക്ക് ഇതിനുള്ള ലൈസൻസ് FSSAയുടെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയൊക്കെ ലൈസൻസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. അതെടുത്തിട്ട് ഔദ്യോഗികമായിട്ട് തന്നെയാണ് അല്ലേ? എല്ലാം നിയമപ്രകാരമാണ്. ഫുഡ് ആൻഡ് സേഫ്റ്റി മസ്റ്റ് ആണ്. അങ്ങനെ ഫുഡ് ആൻഡ് സേഫ്റ്റി എടുത്തിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ലൈസൻസുകളും നമുക്കുണ്ട്. അതെടുത്തിട്ടാണ് ഇങ്ങനൊരു പരിപാടി. നമുക്ക് മറ്റ് നമ്മുടെ ഈ ഇപ്പം നെയ്യപ്പത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, നെയ്യപ്പമൊക്കെ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഒരു സാധാരണ നമുക്ക് ശരാശരി എത്ര ഓർഡർ കിട്ടും ദിവസം? നമുക്ക് കടകളിലോട്ട് നമ്മളൊരു 150 ഒക്കെയാണ് പോകുന്നത്. പിന്നെ നമുക്ക് ബൾക്ക് ഓർഡർ 150 എണ്ണോ 150 പാക്കറ്റോ? 150 എണ്ണ, അത് പീസാണ് പോകുന്നത്. പിന്നെ നമുക്ക് ഓർഡർ വരുന്നുണ്ട് 300 നെയ്യപ്പം, 500 നെയ്യപ്പം, ഇങ്ങനെയൊക്കെ നമുക്ക് മിക്ക ദിവസങ്ങളിലും ഓർഡർ. ഇന്നിപ്പം വൈകിട്ട് നമുക്ക് 120 ഓർഡർ വൈകിട്ട്. അങ്ങനെ നമുക്ക് മിക്ക ദിവസങ്ങളിലും തന്നെ ഓർഡർ ഉണ്ട്. ഇതിപ്പോ ഒരു അമ്പലത്തിലേക്കുള്ള സാധനമാണല്ലോ, 15,000 ഉണ്ണിയപ്പാണല്ലോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പരിപാടി ശരിക്കും എന്നാ തുടങ്ങിയത് നിങ്ങൾ? ഞങ്ങൾ ഇന്നലെ. ഇപ്പം ഏകദേശം ഇതുവരെ എത്ര ഉണ്ണിയപ്പായിട്ടുണ്ടാവും? ഇപ്പൊ ഒരു ഏകദേശം ഒരു 1600 1700 പാക്കറ്റ് ആയിട്ട്. അപ്പൊ എണ്ണ എടുക്കുമ്പോ എത്ര എണ്ണ ആയിട്ടുണ്ടാവും? എണ്ണ എടുക്കുമ്പോ 1500 ആകുമ്പോ തന്നെ 7500. അപ്പൊ ഏതാണ്ട് പകുതി എത്തിയിട്ടുണ്ട്. ബാക്കി പകുതി ഇന്ന് വൈകിട്ട് കൊണ്ട് കൊടുക്കണോ? ഒരു വണ്ടി വിടുകയുള്ളൂ. ഒരു സംരംഭം തുടങ്ങിയിട്ടേ, ഈ സംരംഭം തുടങ്ങിയിട്ട് നമ്മൾ 1 വർഷമായല്ലോ. അപ്പൊ ഇതിനോടകം നമുക്കൊരു സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനും നമ്മുടെ അത്യാവശ്യം ചെലവുകളും ബാങ്ക് ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇതിൽ നിന്നാണ്. ഹസ്ബൻഡ് വേറെ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ചേട്ടനെ കെട്ടിടത്തിന്റെ പണിയാണ്. ശരി. അപ്പൊ സഹായിക്കാറുണ്ട്. ഇപ്പൊ ഇന്ന് ഇത്രയും വലിയ ഓർഡർ ഉള്ളതുകൊണ്ടായിരിക്കും ചേട്ടൻ ഇവിടെ ഇരിക്കുന്നത് അല്ലേ? അതെ, ചേട്ടൻ സഹായിക്കാറുണ്ട്. ചേട്ടൻ പണിയില്ലാത്ത ദിവസങ്ങളിൽ ചേട്ടനാണ് കൊണ്ട കൊടുക്കുന്നത്. രാവിലെ ചെയ്യാൻ കൂടും, കൊണ്ട കൊടുക്കുന്ന ചേട്ടനാണ്. ഇപ്പൊ ചേട്ടന് പണിയുള്ള ദിവസം ചേച്ചി തന്നെ കൊണ്ടുപോകും, കടകളിലൊക്കെ കൊണ്ടുപോകും. നമ്മൾ ഈ ഉണ്ണിയപ്പവേ ഇങ്ങനെ ഇതിനകത്തൊഴിച്ച് ഇങ്ങനെ വറുത്ത് കോരുന്നത് മാത്രമല്ലല്ലോ, ഇതിന് കുറെ മുന്നൊരുക്കങ്ങളില്ലേ? മാവ് ഉണ്ടാക്കണം, തേങ്ങ വറുത്ത് ഇടണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യം. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? അരി വെള്ളത്തിടും, ചേട്ടൻ പൊടിച്ചോടെ തരും. പിന്നെ ചിലപ്പോൾ ചേട്ടൻ കുഴച്ച് തരും, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുകൂടെ കൂടി. കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഞങ്ങൾ രണ്ടുകൂടെ കൂടിയാണ് ചെയ്യുന്നത്. പിന്നെ തേങ്ങ കൊത്തി അരിഞ്ഞ് വറക്കും. പിന്നെ എള്ള, ജീരകം, ഏലക്ക. പിന്നെ ഉണ്ണിയപ്പത്തിനോട് പഴം ചേർക്കും. നെയ്യപ്പത്തിന് പഴം വേണ്ട. അപ്പൊ ഇത് അമ്മയൊക്കെ സഹായിക്കാറുണ്ടോ? അമ്മ സഹായിക്കാറുണ്ട്. അമ്മയാണ് തേങ്ങ കൊത്തി തരുന്നത്. അതെ. അമ്മയും മോളും ചേട്ടനെ ഹെൽപ്പ് ചെയ്യും. തേങ്ങ കൊത്ത് ഞാൻ അറിയാറില്ല. അതിനുവേണ്ടി സമയം കുറച്ച് വേണമല്ലോ. അന്നേരം അമ്മ ഏജ് ഉള്ളതുകൊണ്ട് അമ്മ വൈകുന്നേരം ഞാൻ വരുമ്പം അമ്മ തേങ്ങ ഉടച്ചു കൊടുത്താൽ അമ്മ തരിഞ്ഞ് റെഡിയാക്കി തരും. നമ്മൾ ഈ വിശ്രമം ഇല്ലാതെ ഇതിങ്ങനെ വറുത്ത് കോരി ഉണ്ണിയപ്പത്തിന്റെ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ കൊച്ചു കുഞ്ഞിനെ അമ്മ നോക്കുമോ? അമ്മയുടെ കയ്യിലാണ്. കുഞ്ഞിനെ കൊണ്ട് അതെ കണ്ടോ, ഇങ്ങനെ വന്നേ എന്തിയാ അമ്മ കുഞ്ഞിനെ കൊണ്ടുവന്നേ. എനിക്ക് മോളുണ്ട്, ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളുണ്ട്. ഞാനിവിടെ ഇല്ലെന്നാ കൊച്ചു കരുതി. അത് ശരി ആണ്. കൊച്ചൂടെ വന്നു കഴിഞ്ഞാൽ ഇത് ഇത്ര സ്പീഡ് നടക്കുകയല്ലേ? അവൾക്ക് എന്നെ കണ്ടല്ലേ, ഞാൻ എടുക്കണം അവളെ. ഇതാണ് നമ്മൾ പറഞ്ഞ കുഞ്ഞുവാവ. ഈ കുഞ്ഞുവാവ അകത്തുണ്ട്. ഞാൻ രണ്ടുപേരുണ്ട്. മൂത്ത മോളാണ് ഇത്. എന്നെ പേരെന്നാ? അനാമിക. കണ്ടോ, അനാമിക അമ്മയെ കണ്ടു കഴിഞ്ഞാൽ അത് പയ്യെ കൈ നീട്ടാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. നമ്മുടെ കടയിലെ ഉണ്ണിയപ്പവും ഈ ബജികളും പലഹാരങ്ങളും ഒക്കെ അല്ലാതെ വേറെ ഐറ്റംസ് വേറെ ഉണ്ടല്ലോ, ചമ്മന്തിപ്പൊടി പോലുള്ള സാധനങ്ങൾ. അവിടെ വേറെ എന്തൊക്കെയാ ഉള്ളത്? ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അച്ചാറുകള്. ഇതൊക്കെ നമ്മൾ ഓർഡർ അനുസരിച്ചാണ് ചെയ്യാറ്. കാരണം നമുക്ക് എല്ലാവരും ഉണ്ടാക്കി വെച്ച്. അച്ചാറുകൾ എന്തൊക്കെയാ ഉള്ളത്? അച്ചാറുകൾ നമ്മൾ വെജും നോൺ വെജും ഉണ്ട്. പിന്നെ അവലോസ് പൊടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്.
ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ അനുസരിച്ചാണ് കൊടുക്കുന്നത്. അതെ അതെ. കടയിൽ ഇങ്ങനെ പാക്കറ്റിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല. ചിലപ്പോൾ വെക്കും കൊണ്ടേ റോള്, കാരണം നമുക്ക് വീട്ടിലെ പണി ഇതെല്ലാം കൂടെ ആകുമ്പോൾ പറ്റത്തില്ല. AK ഫുഡ്സ് എന്നാണല്ലോ കടയുടെ പേര്. അതെ. അപ്പോൾ എന്താണ് ഈ AK? ചെറിയ കുട്ടിയുടെ പേര് അനാമിക, മൂത്തവളുടെ പേര് കാർത്തിക. അത് ശരി. അപ്പോൾ അനാമിക കാർത്തിക അല്ലേ? ചെറുതുണ്ട്. കുട്ടി ഉണ്ടായതിനു ശേഷമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ ദൈവം വിധി കൂട്ടിയത്. അത് ശരി. അപ്പോൾ അവരുടെ പേരിലാണ് കട. അതെ അതെ, തീർച്ചയായിട്ടും. ബിജുട്ടേ, നമുക്കേ ഈ ഒരു ചെറിയ സംരംഭം തുടങ്ങാനായിട്ട് ബാങ്ക് ലോണുകളോ മറ്റോ എടുത്തിട്ടുണ്ടോ നമ്മൾ? ഇല്ല ഇല്ല, ഒന്നുമില്ല. പിന്നെ എങ്ങനെയാ നമ്മൾ ഇതിന് ഈ ഇത്രയും പാത്രങ്ങളും ഈ അടുപ്പൊക്കെ സെറ്റ് ചെയ്യണം, ഇങ്ങനെ ഒരു ഷെഡ് സെറ്റ് ചെയ്യണം, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ സാധിച്ചത്? ഷെഡ് നേരത്തെ വീട് പണിയുമ്പോൾ തന്നെ ഇതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതിന് പാത്രങ്ങളും മാവ് മിക്സ് ചെയ്യാനുള്ള സാധനം, ചിരവ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാം കൂടെ ഒരു 15 രൂപ മൂലധനത്തിൽ തുടങ്ങിയതാണ്. 15,000 രൂപ അത് സംഘടിപ്പിച്ചു. അങ്ങനെ അതിൽ തുടങ്ങി. അതിൽ നിന്നൊന്നും പിന്നോട്ട് പോകേണ്ടി വന്നിട്ടില്ല. കാരണം വെച്ചാൽ ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് ആദ്യം കിട്ടിയത് ഒരു നല്ല ഓർഡർ. ഡെയിലി 35 പാക്കറ്റ് ഉണ്ണിയപ്പവും 35 പാക്കറ്റ് നെയ്യപ്പം, 35 പാക്കറ്റ് നെയ്യപ്പം, അത് 5 എണ്ണത്തിൻ്റെ 35 പാക്കറ്റ് നെയ്യപ്പം അങ്ങനെയുള്ളതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പിടിച്ച് നിൽക്കാം. അത് മാസത്തിലൊന്നോ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴേ പൈസ തരുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതുവരെ റോൾ ചെയ്യണം. എനിക്ക് പണി ഉണ്ടായതുകൊണ്ട് റോൾ ചെയ്താൽ പോകാൻ പറ്റുമായിരുന്നു. അങ്ങനെ അതങ്ങനെ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് ഇവിടെ തന്നെ ഇറങ്ങി കുറേ ഓർഡറുകൾ പിടിച്ച് ഞാൻ പറഞ്ഞ റിസ്ക്കാണ്, ബുദ്ധിമുട്ടാകും എന്നൊക്കെ പറഞ്ഞാൽ സാരമില്ല, കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. നമുക്ക് ഈ വിദേശത്തൊക്കെ വന്ന് അവധിക്ക് വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു സാധനം മേടിക്കാറുണ്ട്. വിളിച്ച് പറയും, എന്നിട്ട് നമ്മൾ പാക്ക് ചെയ്ത് സീൽ ചെയ്ത് കൊടുത്തു വിടും. കാരണം ഗൾഫിലോട്ട് പോകുന്നതല്ലേ, ചിലപ്പോൾ ഒരു 3 days ഒക്കെ 4 days ഒക്കെ കഴിഞ്ഞായിരിക്കും അവർ കഴിക്കുന്നത്. നമ്മൾ അങ്ങനെ കൊടുത്തു വിടാം. നെയ്യപ്പവും പിന്നെ നോൺ വെജ് അച്ചാറുകൾ. നോൺ വെജ് അച്ചാറിൽ നമുക്ക് ഏതൊക്കെ ഐറ്റം ഉള്ളത്? നമ്മള് മീനും ബീഫും. അതവര് പറയുന്ന ഏതാണോ നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ ചമ്മന്തിപ്പൊടി, അതും ഗൾഫിലോട്ട് നമുക്ക് കൊടുത്തു വിടാം. അത് നല്ലപോലെ സീൽ ചെയ്ത് പാക്ക് ചെയ്ത് സീൽ ചെയ്ത് കൊടുത്തു അല്ലേ? ശരി. ഇവിടെ ഉണ്ടാക്കിയ ഒരു ഉണ്ണിയപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കുകയാണ്. ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്, ഇതിപ്പോൾ ലൈവായിട്ട് കഴിച്ച് ഒന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തുനിന്ന് തന്നെ ഒരെണ്ണം കഴിച്ചു നോക്കുവാണേ. മഞ്ജുവിൻ്റെ AK ഫുഡ്സിൻ്റെ ഉണ്ണിയപ്പമോ അതുപോലെ നെയ്യപ്പമോ വേറെ എന്ത് പലഹാരം വേണമെന്നുണ്ടെങ്കിലും ആവശ്യക്കാർ അവർക്ക് ബന്ധപ്പെടാനുള്ള നമ്പർ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അത് നോക്കി വിളിച്ചു കഴിഞ്ഞാൽ സാധനം ഒരു എത്ര അകലത്തിലാണ് നമ്മൾ എത്തിച്ചു കൊടുക്കും? ഒത്തിരി ദൂരം പറ്റിയല്ല ആണ്. അത് ഒരു 15-20 കിലോമീറ്ററിനുള്ളിലാണെന്നുണ്ടെങ്കിൽ, കുറച്ച് കൂടിയ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സാധനം പറഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളിൽ ഏതായാലും, ഇപ്പോൾ അച്ചാർ വേണമെങ്കിൽ അച്ചാർ, മീനച്ചാർ, അല്ലെ ബീഫ് അച്ചാർ, ഉണ്ണിയപ്പം, നെയ്യപ്പം പറഞ്ഞ് ഒരുപാട് പലഹാരങ്ങളുണ്ട്. ഒരു 10ഓളം പലഹാരങ്ങളുണ്ട്. ഈ ഒരു 15-20 കിലോമീറ്ററിനുള്ളിൽ പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന അളവിൽ എത്തിച്ചു തരും. അപ്പോൾ അതിനുള്ള ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. എൻ്റെ വീടിനടുത്താണ് മഞ്ജുവിൻ്റെ AK ഫുഡ്സ് എന്ന ബെജിക്കടയും ഇവരുടെ ഈ നിർമ്മാണ യൂണിറ്റ്, ഉണ്ണിയപ്പ നിർമ്മാണ യൂണിറ്റും ഒക്കെ എൻ്റെ വീടിനടുത്താണെങ്കിലും ഞാൻ ഇങ്ങനൊരു കടയുണ്ടെന്ന് അറിഞ്ഞതും ഇവിടെ നല്ല ഉണ്ണിയപ്പം കിട്ടും, നല്ല ചൂട് ഉണ്ണിയപ്പം കിട്ടുമെന്നും അറിഞ്ഞത് എൻ്റെ കൂട്ടുകാരനും ഞങ്ങളുടെ സന്തത സഹചാരിയുമായ പോപ്പി ജിജോ പറഞ്ഞിട്ടാണ്. അപ്പോൾ ജിജോ ഇപ്പം നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട്. എന്തായാലും പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ജോലിക്ക് പോകാൻ കഴിയാത്തവരുണ്ട്. വീട്ടിലെ പ്രത്യേക സാഹചര്യങ്ങളും, ഇപ്പം കൊച്ചു കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ പ്രായമായവരോ മേലാത്തവരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി ജോലി ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ. അവർക്കൊക്കെ ചെറിയ മുതൽ മുടക്കിൽ, ഇപ്പോൾ ഇവർക്ക് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു 15,000 രൂപ മുതൽ മുടക്കിലാണ് അവർ ഇങ്ങനെ ഒരു പലഹാര നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയത്. അവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിലും ഇത് തന്നെയല്ല വേറെ ഏതെങ്കിലും അവനവനെ കൊണ്ട് പറ്റുന്ന ഒരു സംരംഭം അവനവൻ്റെ യൂണിറ്റിൽ ലൈസൻസ്, ബന്ധപ്പെട്ട അധികൃതരുടെ ലൈസൻസോട് കൂടി തുടങ്ങിയാൽ നിങ്ങൾക്കും മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പം നമ്മുടെ സാഹചര്യങ്ങളെ പഴിക്കാതെ, നമുക്ക് പ്രതികൂലങ്ങൾ പലതും ഉണ്ടാകും ജീവിതത്തിൽ. ഇപ്പോൾ ഈ ചേച്ചിയാണെങ്കിൽ തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അച്ഛൻ മരിച്ചപ്പം പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ വന്നു. അത് കഴിഞ്ഞ് പിന്നീട് എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ചേട്ടൻ്റെ പിന്തുണ പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ രണ്ടുപേരും കൂടി ആലോചിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ ഇങ്ങനെ ഒരു ഉണ്ണിയപ്പ നിർമ്മാണ യൂണിറ്റ്, ഒരു ബെജിക്കട ഇതെല്ലാം തുടങ്ങിയത്. എന്തായാലും അവർ ഇന്നതിൽ പൂർണ്ണ സന്തുഷ്ടരാണ്. അവരതിൽ നിന്ന് ഉപജീവനം നടത്തുന്നു. ചേട്ടൻ വേറെ ജോലി ചെയ്യുന്ന ആളാണ്. ചേച്ചിയാണെങ്കിൽ പൂർണ്ണ സമയവും ഇവിടെ തന്നെയാണ്. ഇവിടെയും ഈ യൂണിറ്റിലും കടയിലുമായിട്ട് 2 കിലോമീറ്റർ അകലെയാണ്
ഈ കടയിലും ഈ യൂണിറ്റിലുമായിട്ടാണ് ദിവസത്തിൻ്റെ ഭൂരിഭാഗവും ചിലവഴിക്കുന്നത്. അതിന് കൂടെ അമ്മയുണ്ട്, കൊച്ചു കുട്ടിയുണ്ട്, വേറൊരു മോളുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു മോളുണ്ട്. അവരുടെ എല്ലാം കാര്യങ്ങളും നോക്കണം. ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും വൃത്തിയായിട്ടും ഏറ്റവും ഭംഗിയായിട്ടും ഏറ്റവും കൃത്യതയോടും കൃത്യനിഷ്ഠയോടും കൂടി ചെയ്ത് തീർക്കുകയും വേണം. അപ്പം 15,000 ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡറാണെന്ന് പറഞ്ഞല്ലോ. അതിപ്പം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു അമ്പലത്തിൽ എത്തിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പം അങ്ങനെ വലിയ ഓർഡറുകൾ, ചെറിയ ഓർഡറുകളിൽ തുടങ്ങി ഇന്നിപ്പോൾ 15,000 ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡറുകളിൽ വരെ എത്തി നിൽക്കുകയാണ്. അവർ പൂർണ്ണ സന്തുഷ്ടരാണ് അല്ലേ? തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് സന്തുഷ്ടരാണ്. ഒരു ഇപ്പം ഇത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് തുടങ്ങേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ആ സമയം തെറ്റിപ്പോയി, അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. തുടങ്ങി നന്നായെന്നുള്ളത് ആണ്. അപ്പം ഇവർക്ക് എല്ലാ ആശംസകളും മഞ്ജു ചേച്ചിക്കും ബിജു ചേട്ടനും ഇവരുടെ AK ഫുഡ്സിനും എല്ലാ ആശംസകളും നേരുന്നു. മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.